അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ് റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണക്കടലായ പടച്ച റബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിനം പോലും ഹദീസ് മുടങ്ങാതെ കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും അവസാന സമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് അൻ അബീ മൂസ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന റജുലൻ ഫീ ഹിജ്രിഹി ദറാഹിമു യുഖസ്സിമുഹാ വ ആഖറു യദ്കുറുല്ലാഹ കാന ദിക്റല്ലാഹി അഫ്ളൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ തൻ്റെ പക്കലുള്ള ധനം ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ അള്ളാഹുവിന് ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത തൻ്റെ സമ്പാദ്യം, കഷ്ടപ്പെട്ട സമ്പാദ്യം, ആ സമ്പാദ്യം ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ പകല് മുഴുവനും ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിരിപ്പിലിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റുകൾ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാർക്കാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സദക്ക കൊടുത്ത മനുഷ്യനേക്കാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്ഥാനം, ശ്രേഷ്ഠത ഈ ദിക്റ് പറയുന്ന മനുഷ്യനാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിൻ്റെ മഹത്വമാണ്, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇരിക്കുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അക്സറ ദിക്റല്ലാഹ് ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ അധികമായിട്ട് ദിക്റ് ചെയ്യുന്ന മനുഷ്യൻ അവനെ നിഫാക്കിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, മുനാഫിക്കായി പോകുന്ന അവസ്ഥയിൽ നിന്ന്, കാഫിറായി പോകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ശ്രേഷ്ഠതയാണ്. അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദ്കുറുന്നല്ലാഹ ഖൗമുൻ അലാ ഫുറൂഷിൽ മുമഹദതി യുദ്ഖിലുഹുമുൽ ജന്നാത്തിൽ ഉല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദുനിയാവിൽ മാർദ്ധവമായ വിരിപ്പുകളിൽ ഇരുന്ന് അള്ളാഹുവിന് ദിക്റ് ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. മുസല്ലകളിൽ ഇരുന്നു കൊണ്ട് ദിക്റുകൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരൊറ്റ കാരണത്താൽ അവരെ അള്ളാഹു തആല സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ അള്ളാഹു എത്തിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരവരുടെ വിരിപ്പുകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നവരെ ആ ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ, ആ ഒരു ദിക്റിൻ്റെ സ്മരണയിൽ ഇരുന്നതിൻ്റെ പേരിൽ അള്ളാഹുവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു നൽകുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ജാബിർ ഇബ്നു സംറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ ഫജ്റ തറബ്ബഅ ഫീ മജ്ലിസിഹി ഹത്താ തത്ലുഉ ശംസു ഹസനാ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നതുവരെ പ്രവാചകൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റുകൾ പറയുമായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല അന്ന അഖഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല മിൻ
സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഉ ശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅ്തിക അർബഅ മിൻ ഉലിദി ഇസ്മാഈൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സുബഹി നമസ്കാരത്തിനു ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിൻ്റെ ദിക്റിൽ വ്യാപൃതരായ ഒരു സംഘത്തോടൊപ്പം ഇരിക്കുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 4 അറബി അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് നിസ്കാരപ്പായിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ സൂര്യോദയം വരെ ഇരിക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ അറബി അടിമകളെ, അവിടുത്തെ ജനതയിലെ അറബി അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, വൽ ആന അഖഉദു മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബ അശംസു അഹബ്ബു ഇലയ്യ മിൻ ഉഅ്തിക അർബഅ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം അസ്തമനം വരെ അള്ളാഹുവിൻ്റെ ദിക്റിൽ വ്യാപൃതരായി ഒരു സംഘത്തോടൊപ്പം ഇരിക്കുന്നത് 4 അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസർ നമസ്കാരത്തിന് ശേഷം ഇരുന്നാലും 4 അടിമകളെ മോചിപ്പിച്ചതിനേക്കാളും എനിക്ക് പ്രിയങ്കരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട അടിമകളെന്ന് എടുത്തു പറയാനുള്ള കാരണം? അറബികളിൽ അവർ ഏറ്റവും ശ്രേഷ്ഠരും മഹത്വമുള്ളവരും അതിന് വല്ലാത്ത വിലയും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്റിന്റെ മജ്ലിസുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി മലായികത്തുൻ യതൂഫൂന ഫിത്തുറുഖി യൽതമിസൂന അഹ്ലൽ ദിക്രി ഫഇദാ വജദു ഖൗമൻ യദ്കുറൂനല്ലാഹ തനാദൗ ഹലുമ്മ ഇലാ ഹാജതികും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മലക്കുകളുടെ ഒരു സംഘമുണ്ട്. അവർ വഴികളിലും മറ്റു ദിക്ർ ചെയ്യുന്നവരെ തിരഞ്ഞിട്ട് വഴികളിലൂടെ ഇടവഴികളിലൂടെ അവരിങ്ങനെ തിരഞ്ഞു നടക്കും. അള്ളാഹുവിൻ്റെ ദിക്ർ പറയുന്നവരെ തിരഞ്ഞുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ നടക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുന്നവരെ കണ്ടുമുട്ടിയാൽ അവർ അന്യോന്യം മറ്റുള്ളവരെ വിളിക്കും, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരൂ. കാരണം മലക്കുകൾ മുഴുവനും അവരിങ്ങനെ വഴികളിലൂടെ ദിക്ർ പറയുന്നവരെ തിരഞ്ഞു നടക്കുകയാ. എവിടെയെങ്കിലും ദിക്ർ പറയുന്ന ഒരു മനുഷ്യനെയോ ഒരു മജ്ലിസിനെയോ കണ്ടുകഴിഞ്ഞാൽ അവർ മറ്റുള്ള മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടും, എല്ലാവരും വരും, നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘം ഇവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരവിടെ ഒരുമിച്ച് കൂടുകയും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അവർ ചുറ്റും ഒന്നാകെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘം അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി അവിടെ എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയിട്ട് ആകാശം വരെ, ഒന്നാനാകാശം വരെ അവരുടെ ചിറകുകൾ അവരിങ്ങനെ വിരിച്ചു വെക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മലക്കുകൾ അവരുടെ ആ മജ്ലിസിലിരിക്കുന്നവർക്ക് വേണ്ടി അവർ ആകാശം വരെ, ഒന്നാനാകാശം വരെ അവരുടെ ചിറകുകൾ വിരിച്ചു വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരവിടെ ഇരിക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നതിൻ്റെ പ്രതിഫലം, അള്ളാഹുവിൻ്റെ ദിക്റുകൾ പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ പോലും ചിറക് താഴ്ത്തി അവർ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹദീസിലൂടെ നമുക്ക് ദിക്റിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുവാനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവസാനമായി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പ്രത്യേകമായിട്ട് നാളെ രാവിലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നാളെ രാവിലെ തുടങ്ങുകയാണ്. നാളെ രാത്രി വരെ എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അതിൽ നല്ല നിലയിൽ സക്സസ് ആകുന്നതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.